കെപിസിസി അധ്യക്ഷൻ വി.എം. സുധീരനെ ലക്ഷ്യമിട്ട് കുത്തുവാക്കുകളുമായി അടൂർ പ്രകാശ്. ആദർശ രാഷ്ട്രീയത്തിന്റെ കുപ്പായം തനിക്കേ ചേരുവെന്നാണ് ചിലരുടെ ചിന്തയെന്ന് ഫേസ്ബുക്കിൽ അടൂർ പ്രകാശ്. റവന്യൂ വകുപ്പിന്റെ ചില ഉത്തരവുകൾ കൂടി പിൻവലിക്കണമെന്ന സുധീരന്റെ പരസ്യ പരാമർശത്തിലാണ് അടൂർ പ്രകാശിന്റെ മറുപടി. നിയമസഭയിൽ തുടർച്ചയായി ജയിക്കുന്നത് ഓടിളക്കി വരുന്നതുകൊണ്ടല്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. ഭൂമാഫിയയ്ക്ക് ഭൂമി പതിച്ചു നൽകിയ റവന്യൂ വകുപ്പിന്റെ നടപടിയെ വിമർശിച്ച് കെപിസിസി ഓഫീസിൽ സുധീരൻ പ്രസംഗിച്ചത് ഇങ്ങനെ. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ഉത്തരവുകളുടെ കാര്യങ്ങളും ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനും നമ്മുടെ ഹോപ്പ് പ്ലാന്റേഷൻ പോലെയുള്ള ചില വിഷയങ്ങൾ അതൊക്കെ ഉചിതമായ തീരുമാനമുണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ്. തുടർന്നാണ് സുധീരനെ ഉന്നം വെച്ച് അടൂർ പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആദർശ രാഷ്ട്രീയത്തിന്റെ കുപ്പായം തനിക്ക് മാത്രമേ ചേരുവെന്ന് ചിലർ കരുതുന്നു. ഇവരുടെ കുപ്പായത്തിലെ ചേറ് ജനങ്ങൾ തിരിച്ചറിയും. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് ഇത്തരക്കാരുടെ ശ്രമമെന്നും സുധീരന്റെ പേര് പറയാതെ മന്ത്രി വിമർശിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സുധീരന്റെ ഇടപെടലിനെ പരസ്യമായി വിമർശിച്ച് കെ മുരളീധരനും രംഗത്ത് വന്നു. ഗവൺമെന്റിനെ പറ്റി നല്ല പ്രസംഗിച്ചാൽ ചിലപ്പോ നാളെ ഒരു വരി പോലും പത്രത്തിൽ വന്നില്ല എന്ന് വരും. എന്തെങ്കിലും എതിരായിട്ട് പറഞ്ഞാലോ കത്തയച്ചാലോ നല്ല പബ്ലിസിറ്റി കിട്ടും. പക്ഷേ അത് മലർന്നു കടന്ന് തുപ്പുന്നതിന് സമാനം. സുധീരനെതിരെ സംയുക്തമായി നീങ്ങാനുള്ള AI ഗ്രൂപ്പുകളുടെ തീരുമാനത്തിന്റെ ബലത്തിലാണ് ഇരുവരും കെപിസിസി അധ്യക്ഷനെതിരെ തിരിയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുധീരനെ വിമർശിച്ച അടൂർ പ്രകാശിന് TN പ്രതാപന്റെ മറുപടി. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ആക്രോശിച്ചിട്ട് കാര്യമില്ലെന്ന് പ്രതാപൻ അടൂർ പ്രകാശിന് മറുപടി നൽകി. പ്രതികരണത്തിലൂടെ പാപക്കറ കഴുകിക്കളയാനാകില്ലെന്നും പ്രതാപൻ ചൂണ്ടിക്കാട്ടി. സന്തോഷ് മാധവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന് 118 ഏക്കർ മിച്ചഭൂമി പതിച്ചു നൽകിയ ഉത്തരവ് സർക്കാർ റദ്ദാക്കി. നടപടിക്കെതിരെ ഉയർന്ന ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. സർക്കാർ ഏറ്റെടുത്ത തണ്ണീർത്തട ഭൂമി വിവാദസ്വാമി സന്തോഷ് മാധവന്റെ കമ്പനിക്ക് പതിച്ചു നൽകാൻ മന്ത്രിസഭായോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു. സർക്കാരിൽ സമർപ്പിച്ച അപേക്ഷയിൽ കമ്പനി ഭൂമി സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ചതായും ഇതേ ഭൂമിയുടെ പുറത്ത് ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നതിനാലും ഉത്തരവ് പിൻവലിക്കുന്നതായി അടൂർ പ്രകാശ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ഹൈടെക് IT പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് എറണാകുളം പുത്തംവേലിക്കരയിൽ 95.44 ഏക്കറും തൃശൂരിലെ മടത്തുംപടിയിൽ 32.41 ഏക്കറും കൈവശമുണ്ടെന്ന് കമ്പനി തെറ്റിദ്ധരിപ്പിച്ചതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഭൂമി സന്തോഷ് മാധവന് പതിച്ചു നൽകാനുള്ള ഉത്തരവിനെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എതിർ ശബ്ദങ്ങൾ ഉയർന്നതോടെയാണ് ഉത്തരവ് പിൻവലിക്കാൻ റവന്യൂ വകുപ്പ് നിർബന്ധിതമായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപുള്ള മന്ത്രിസഭായോഗങ്ങളിൽ സർക്കാരിന്റെ കടുംവെട്ട്. 4 മന്ത്രിസഭായോഗങ്ങളിൽ നിന്നായി ഭൂമാഫിയയ്ക്കു വേണ്ടി എടുത്തത് 182 തീരുമാനങ്ങൾ. ഓരോന്നിനും അനുമതി നൽകിയത് 2 മിനിറ്റ് പോലും ചർച്ച നടത്താതെ. ഭൂസംരക്ഷണ നിയമവും ഭൂപരിധി നിയമവും നെൽവയൽ തണ്ണീർത്തട നിയമവും അട്ടിമറിച്ചാണ് ഭൂരിഭാഗം തീരുമാനങ്ങളും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ഫെബ്രുവരി ഒടുവിലത്തെ ആഴ്ചയിൽ 4 മന്ത്രിസഭായോഗങ്ങളാണ് ചേർന്നത്. 400ഓളം ഫയലുകൾ അജണ്ടയ്ക്ക് പുറത്തുനിന്ന് പരിഗണിച്ചു. 220 തീരുമാനങ്ങളെടുത്തു. ഇതിൽ 182 തീരുമാനങ്ങളും ഭൂമാഫിയയ്ക്ക് വേണ്ടി റവന്യൂ വകുപ്പ് നടത്തിയ ഇടപെടലുകളായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സന്തോഷ് മാധവന് ഭൂമി പതിച്ചു നൽകാനുള്ള വിവാദ തീരുമാനം ഫെബ്രുവരി 26 മന്ത്രിസഭായോഗ തീരുമാനമാണ് എടുത്തത്. മാർച്ച് 2 സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. 1600 കോടി നിക്ഷേപവും 20 കോടി തൊഴിലവസരവുമുള്ള പദ്ധതിയായതിനാലാണ് ഭൂപരിധി നിയമത്തിൽ ഇളവ് നൽകുന്നതെന്നാണ് വിശദീകരണം. എന്നാൽ 127 ഏക്കർ നെൽവയലാണ് നികത്തുന്നതെന്ന കാര്യം മറച്ചുവെക്കപ്പെട്ടു. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമനുസരിച്ച് വയൽ നികത്താൻ മന്ത്രിസഭയ്ക്ക് അനുമതി നൽകാനാകില്ല. വിവാദ സന്യാസി സന്തോഷ് മാധവൻ ബിനാമി ഇടപാടിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയാണെന്ന പോലീസ് റിപ്പോർട്ടും മറച്ചുവെച്ചാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഉത്തരവിറക്കിയത്. സമാനമായ രീതിയിൽ കരുണ എസ്റ്റേറ്റിന്റെ 833 ഏക്കർ ഭൂമിക്ക് കരമൊടുക്കാൻ നൽകിയ അനുമതി, മെത്രാൻ കായൽ നികത്തൽ, കടമക്കുടി നിലനികത്തൽ, വൈക്കത്ത് ചെമ്പിൽ 127 ഏക്കർ നിലനികത്തൽ, ഇടുക്കിയിലെ പീരുമേടിൽ ഹോപ്പ് പ്ലാന്റേഷന് 728 ഏക്കർ ഭൂമിക്ക് അംഗീകാരം നൽകൽ തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം ഫെബ്രുവരി അവസാന ആഴ്ചയിലെ മന്ത്രിസഭാ യോഗങ്ങളിലായിരുന്നു. 182 തീരുമാനങ്ങളിലൂടെ 2500ഓളം ഏക്കർ ഭൂമി പതിച്ചു നൽകിയതായാണ് പുറത്തുവരുന്ന വിവരം. പദ്ധതികൾ സംബന്ധിച്ച ഫയലുകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാനും ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കാസർഗോഡ് ബളാൽ എസ്റ്റേറ്റിന്റെ ഉടമ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇഷ്ടക്കാരനായിരുന്ന പുതുപ്പള്ളിക്കാരൻ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവീനറായിരുന്ന CG ജോർജിന്റേതാണ് പ്രകാശ് എസ്റ്റേറ്റ്. പരേതനായ ജോർജിന്റെ മകനാണ് നിലവിലെ MD. നിയമവിരുദ്ധമായി ഭൂമി വിറ്റതിന് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത കാര്യം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരന് വേണ്ടി റവന്യൂ വകുപ്പ് ഉത്തരവ് ഇറക്കിയത്. കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കാസർഗോഡ് ബലാളിൽ 264.41 ഏക്കർ സർക്കാർ ഭൂമി കോടികൾക്ക് മറച്ചു വിറ്റത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വിശ്വസനായ CG ജോർജ് ആണ്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് തുടക്കം കുറിച്ച പുതുപ്പള്ളി വില്ലേജ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മീനടം പ്രിയദർശിനി സ്പില്ലിംഗ് മില്ല് തുടങ്ങിയവയുടെ സാരഥ്യം CG ജോർജിനായിരുന്നു. കൂടാതെ പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങി നിലകളിലും CG ജോർജ് പ്രവർത്തിച്ചു വന്നു. ഇതാണ് സർക്കാർ ഭൂമി മറച്ചുവിറ്റതിന് നിയമസാധുത നൽകാൻ കാരണമായിരിക്കുന്നത്. 275 ഏക്കറുള്ള തോട്ടത്തിലെ നിയമവിരുദ്ധ ഇടപാടുകൾക്കെതിരെ നിലവിലെ ഉടമയും CG ജോർജിന്റെ മകൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് കേസ് നിലനിൽക്കുന്നുണ്ട്. ഇത് മറച്ചുവെച്ചാണ് മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കേണ്ടിയിരുന്ന ഭൂമി 205 വ്യക്തികൾക്കായി കൈമാറിയത്. പണം നൽകി ഭൂമി വാങ്ങിയവരുടെ ദുരിതം അപേക്ഷയായി എഴുതി വാങ്ങിയാണ് നിയമവിരുദ്ധമായി വിറ്റ ഭൂമിക്ക് കരമീടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കരം സ്വീകരിച്ചാൽ ഭാവിയിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിലവിൽ പണം നൽകിയവർക്ക് ലഭിക്കില്ല. മാത്രമല്ല, സമാനമായി കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾക്ക് സർക്കാരിന്റെ പുതിയ ഉത്തരവ് തിരിച്ചടിയാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. സഹോദരിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് P സതീദേവിയുടെ വടകര ചോറോടുള്ള വസതിയിലായിരിക്കും ഇനിയുള്ള 2 മാസം P ജയരാജൻ കഴിയുക. ജാമ്യവ്യവസ്ഥകൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്ന് P ജയരാജൻ പീപ്പിൾ TVയോട് പറഞ്ഞു. RSS കോൺഗ്രസ് ഗൂഢാലോചനയുടെ ഭാഗമായാണ് തന്നെ ജയിലിൽ അടച്ചതെന്നും ജയരാജൻ പറഞ്ഞു. വൈകിട്ട് 7 മണിയോടെയാണ് P ജയരാജൻ സഹോദരി P സതീദേവിയുടെ ചോറോട്ടെ വസതിയിലെത്തിയത്. സഹോദരിമാരായ രമ, സുധ, സതീദേവിയുടെ മകൾ അഞ്ജലിദാസ് എന്നിവർ ചേർന്ന് P ജയരാജനെ വരവേറ്റു. തങ്ങളുടെ പ്രിയ നേതാവ് എത്തുന്നതറിഞ്ഞ് നിരവധി പ്രവർത്തകരും അഭിവാദ്യമർപ്പിക്കാനെത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയും RSSും ഒത്തുകളിച്ചാണ് തന്നെ ജയിലിലടച്ചതെന്ന് P ജയരാജൻ പീപ്പിളിനോട് പറഞ്ഞു. RSSനെയും UDFനെയും പരാജയപ്പെടുത്താൻ ഇനിയും ശക്തമായ പ്രവർത്തനം നടത്തുമെന്നും P ജയരാജൻ പറഞ്ഞു. കതിരൂർ കേസിൽ UAPയെ ഉൾപ്പെടുത്താൻ വേണ്ടി ഉറപ്പുകൊടുത്തത് അത് കൃത്യമായിട്ടൊരു ഗൂഢപദ്ധതിയായിരുന്നു. CPMന്റെ നേതാക്കന്മാരെ ഭീകരന്മാരാണ് എന്ന് മുദ്രകുത്തി അടിച്ചമർത്താനുള്ള RSS നേതൃത്വത്തിൻ്റെയും ഉമ്മൻചാണ്ടി, ചെന്നിത്തല പ്രഭൃതികളുടെയും ഒരു ഗൂഢപദ്ധതിയാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കപ്പെട്ടത്. കോടതിയുടെ ജാമ്യവ്യവസ്ഥ പാലിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും. ചോറോട്ടേക്കുള്ള യാത്രാമധ്യേ കൈനാട്ടിയിൽ പ്രവർത്തകർ ആവേശകരമായ വരവേൽപ്പ് നൽകിയിരുന്നു. MV ജയരാജൻ, പനോളി വത്സൻ, K ധനഞ്ജയൻ, അഡ്വക്കേറ്റ് K വിശ്വൻ തുടങ്ങിയവരും P ജയരാജനൊപ്പമുണ്ടായിരുന്നു. ക്യാമറമാൻ ഇക്ബാൽ വട്ടുംകുളത്തിനൊപ്പം PV കുട്ടൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് P ജയരാജനെ ജയിലിലടക്കാമെന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മോഹം പൊലിഞ്ഞുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടി കുമ്മനം കൂട്ടുകെട്ടിനുണ്ടായ തിരിച്ചടിയാണിത്. കോടതിയിൽ പരിഹാസ്യമായ വാദമുഖങ്ങൾ അവതരിപ്പിച്ച് CBI നാണം കെട്ടു. മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയായിരുന്നു CBIയുടെ വാദങ്ങൾ. RSSനെ തൃപ്തിപ്പെടുത്താൻ CBI കെട്ടിച്ചമച്ച കേസാണിതെന്നും കോടിയേരി ആരോപിച്ചു. CBI പരിഹാസ്യമായ വാദമുഖങ്ങൾ അവതരിപ്പിച്ച് നാണം കെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് RSSനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി CBI കെട്ടിച്ചമച്ചൊരു കേസാണ്. ഇലക്ഷൻ ഘട്ടത്തിൽ ജയരാജൻ ഇവിടെ പ്രവർത്തന രംഗത്തുണ്ടാകാൻ പാടില്ല. അതാണ് ഉമ്മൻചാണ്ടിയും കുമ്മനം രാജശേഖരനും ഉദ്ദേശിച്ചത്. കലാഭവൻ മണി അവസാനമായി അവതരിപ്പിച്ച സ്റ്റേജ് ഷോ പീപ്പിൾ TV സംപ്രേഷണം ചെയ്യുന്നു. നാളെയും മറ്റന്നാളും രാത്രി 9 മണി മുതലാണ് സംപ്രേഷണം. ശാരീരിക അസ്വാസ്ഥ്യമൊന്നും പ്രകടിപ്പിക്കാതെയാണ് മണി ഷോയിൽ കാണികളെ കയ്യിലെടുക്കുന്നത്. കേരളം ഇങ്ങനെ ഒരു കലാകാരനും വിട നൽകിയിട്ടുണ്ടാവില്ല. കേരളീയരെ ചിരിപ്പിച്ച്, നൃത്തം ചെയ്യിപ്പിച്ച്, ഒടുവിൽ കരയിച്ച് കലാഭവൻ മണി യാത്രയായി. മണിനാദം നിലച്ചിട്ടില്ല, മാഞ്ഞിട്ടില്ല. കലാഭവൻ മണിയുടെ അവസാന സ്റ്റേജ് പ്രോഗ്രാം പീപ്പിൾ TV സംപ്രേഷണം ചെയ്യുന്നു.
മാർച്ച് 24, 25 തീയതികളിൽ രാത്രി 9 മുതൽ. മുത്താണ് മണിമുത്ത്. നിങ്ങളുടെ പീപ്പിൾ ടിവിയിൽ മാത്രം. കലാഭവൻ മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം ഇല്ലായിരുന്നുവെന്ന് ആവർത്തിച്ച് കൊച്ചി അമൃത ആശുപത്രിയുടെ റിപ്പോർട്ട്. മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണ റിപ്പോർട്ട് പോലീസിന് കൈമാറി. കരൾ രോഗവും കിഡ്നിയുടെ തകരാറുമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് ഡോക്ടർമാരുടെയും ലാബ് ജീവനക്കാരുടെയും മൊഴിയെടുത്തു. കലാഭവൻ മണിയുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ ആവർത്തിച്ചാണ് പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. കരൾ രോഗം മൂർച്ഛിച്ചതും ആന്തരിക രക്തസ്രാവവും വൃക്കരോഗവും മരണത്തിന് കാരണമായി. കരൾ ഗുരുതരാവസ്ഥയിലായിട്ടും വലിയ അളവിൽ ബിയർ ഉപയോഗിച്ചത് ആരോഗ്യസ്ഥിതി മോശമാക്കി. മരണസമയത്ത് കരളിൽ വെള്ളം കെട്ടുന്ന അവസ്ഥയിലായിരുന്നു. വൃക്കയിൽ രക്തസ്രാവവും അണുബാധയും മൂലം പഴുപ്പ് ബാധിച്ചിരുന്നു. ഇതും മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് ഡോക്ടർമാരുടെ കണ്ടെത്തൽ. ഗുരുതരാവസ്ഥയിലായ കലാഭവൻ മണിയെ ചികിത്സിച്ച കൊച്ചിയിലെ അമൃത ആശുപത്രി അധികൃതരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു. മണിയെ ചികിത്സിച്ച ഡോക്ടർമാരും ലാബ് ടെക്നീഷ്യന്മാരും കീടനാശിനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്ന് മൊഴി നൽകി. അബോധാവസ്ഥയിലായ ദിവസവും മണി പതിവ് മരുന്നുകൾ കഴിച്ചിരുന്നു. എന്നാൽ മണിയുടെ ശരീരത്തിൽ മെഥനോൾ കണ്ടെത്തിയതായി മൊഴിയുണ്ട്. കാക്കനാട്ടെ സർക്കാർ ലബോറട്ടറിയിൽ നടത്തിയ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയിലാണ് കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയത്. എന്നാൽ എത്ര അളവിൽ കീടനാശിനി ശരീരത്തിലെത്തിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താനായില്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ആന്തരിക അവയവങ്ങളും രക്തവും മൂത്രവും ഹൈദരാബാദിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. മരണകാരണം സ്ഥിരീകരിക്കാൻ കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിലെ രാസപരിശോധനാ ഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ് അന്വേഷണ സംഘം. കൊലപാതകം, ആത്മഹത്യ എന്നിവയ്ക്കൊപ്പം സ്വാഭാവിക മരണത്തിന്റെ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രോഹിത് വെമുലയുടെ മരണത്തെ തുടർന്ന് സമരം ചെയ്യുന്ന ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നതിനായി എത്തിയ കനയ്യകുമാറിന് സർവകലാശാല അധികൃതർ പ്രവേശനാനുമതി നൽകിയില്ല. സർവകലാശാല കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത കനയ്യകുമാർ രോഹിത് വെമുലയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിദ്യാർത്ഥി സമൂഹം രംഗത്തിറങ്ങുവാൻ ആഹ്വാനം ചെയ്തു. അതേസമയം സമരം ചെയ്ത 9 വിദ്യാർത്ഥികളെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഇവരിൽ ചിലരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. രോഹിത് വെമുലയുടെ മരണത്തിന് ഉത്തരവാദിയായ വിസി അപ്പാറാവുവിനെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കനയ്യകുമാർ ഹൈദരാബാദ് സർവകലാശാലയിൽ എത്തിയത്. എന്നാൽ കനയ്യയ്ക്ക് പ്രവേശനം നൽകില്ലെന്ന് അധികൃതർ മുൻകൂട്ടി പ്രഖ്യാപിച്ചു. കനയ്യെ തടയുന്നതിനായി നിരവധി പോലീസുകാരെയാണ് സർവകലാശാല കവാടത്തിന് മുന്നിൽ വിന്യസിച്ചത്. കനയ്യകുമാറിന് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി വൻ ജനാവലിയാണ് ക്യാമ്പസിന് മുന്നിൽ തടിച്ചുകൂടിയത്. ക്യാമ്പസിൽ പ്രവേശിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടതോടെ സർവകലാശാല കവാടത്തിന് മുന്നിൽ വെച്ച് കനയ്യകുമാർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു. जातिवाद से हमको आजादी चाहिए, अनटचेबिलिटी से हमको आजादी चाहिए, छुआछूत से आजादी चाहिए, ऊंच नीच से आजादी चाहिए और द्रोणाचार्य जो है उनसे एकलव्य को आजादी चाहिए. ये हमारी है और इस लड़ाई में हम जीतेंगे. കനയ്യകുമാർ സർവകലാശാലയിൽ പ്രവേശിക്കുന്നത് തടയാനായെങ്കിലും കനയ്യയുടെ സന്ദർശനത്തിന് ലഭിച്ച ജനപിന്തുണ അധികൃതരെയും സർവകലാശാല അധികാരികളെയും നടുക്കി. ന്യൂസ് ഡെസ്ക്. തമിഴകത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMDK നേതാവ് വിജയകാന്ത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. ഇടതു പാർട്ടികൾ നേതൃത്വം നൽകുന്ന ജനക്ഷേമ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് വിജയകാന്ത്. കരുണാനിധിയുടെ DMKയും BJPയും കിണഞ്ഞു ശ്രമിച്ചിട്ടും പിടികൊടുക്കാതെയാണ് വിജയകാന്ത് ഇടതുപാളയത്തിൽ എത്തിയത്. സംസ്ഥാനത്തെ മൊത്തം നിയമസഭാ മണ്ഡലങ്ങളിൽ 124 സീറ്റുകളിൽ DMDK മത്സരിക്കും. വൈക്കോയുടെ MDMK, CPM, CPI, VCK തുടങ്ങിയ പാർട്ടികളാണ് ജനക്ഷേമ മുന്നണിയിൽ ഉള്ളത്. ഇരവിപുരത്തിന് പകരം നൽകുന്ന സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനം അറിയിക്കാത്തതിനെ തുടർന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തീരുമാനം അറിയിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നുവെങ്കിലും അന്തിമ തീരുമാനത്തിനായി ലീഗ് നേതാക്കൾ കാത്തിരിപ്പ് തുടരുകയാണ്. CPIM BJP സംഘർഷമുണ്ടായ കാട്ടായിക്കോണം പ്രദേശങ്ങൾ പ്രതിപക്ഷ നേതാവ് VS സന്ദർശിച്ചു. CPIM പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് റെയ്ഡുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് VS കാട്ടായിക്കോണത്തെത്തിയത്. ഏറെ ഭീതിയോടെയാണ് പ്രതിപക്ഷ നേതാവിന് മുന്നിൽ പ്രദേശവാസികൾ പോലീസ് ഭീകരതയെപ്പറ്റി വിവരിച്ചത്. കാട്ടായിക്കോണം പ്രദേശത്ത് ഒരു വീട്ടിലും ഇപ്പോൾ പുരുഷന്മാരില്ലാത്ത അവസ്ഥയാണ്.
വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളെ പോലും പോലീസ് പിടികൂടി അക്രമക്കേസുകളിൽ പ്രതികളാക്കുന്നു. SSLC, +2 പരീക്ഷകൾ എഴുതുന്ന കുട്ടികളെ പോലും പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു. അർദ്ധരാത്രി വീട്ടിലെത്തുന്ന പോലീസുകാർ പ്രദേശത്തെ CPIM പ്രവർത്തകരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുകയാണ്. കഴക്കൂട്ടം മാസ്റ്റർ പ്ലാന്റെ പേരിൽ CPIM BJP സംഘർഷമുണ്ടായതിനു ശേഷം കാട്ടായിക്കോണത്തുകാർ ജീവിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തീ തിന്നാണ്. സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളെ പോലെ ജീവിക്കേണ്ടി വരുന്ന കാട്ടായിക്കോണത്തുകാരെ സന്ദർശിക്കാനാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. VSന് മുന്നിൽ പ്രദേശവാസികൾ പോലീസ് ഭീകരതയ്ക്കെതിരെ പരാതി പറഞ്ഞു. വിഷയം മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് VS അവർക്ക് ഉറപ്പ് നൽകി. BJP അധ്യക്ഷൻ അമിത്ഷാ തിരുവനന്തപുരത്തെത്തുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് VS പറഞ്ഞു. ഭീതിയോടെയാണ് പ്രദേശവാസികളായ സ്ത്രീകൾ ഞങ്ങളോട് സംസാരിച്ചത്. പോലീസ് അതിക്രമിച്ച് എല്ലാ വീടുകളിലും കയറി, ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാ വീട്ടിലും കയറി, എൻ്റെ വീട്ടിലും അതിക്രമിച്ച് കയറി. ടോർച്ച് ലൈറ്റ് വെച്ച് ഒരു കുട്ടിയുടെ ഈ എല്ല് പൊട്ടത്തക്കവണ്ണം ടോർച്ച് ലൈറ്റ് വെച്ച് ഇടിച്ച് പൊട്ടിച്ച്. അതുപോലെ ഈ പ്രദേശത്തുള്ള ഒരു വീടുകളിൽ ഒരാഴ്ചക്കാലമായി ഊണും ഉറക്കവും ഇല്ല. സ്ത്രീകൾ മാത്രമാണുള്ള, എല്ലാവരും എവിടെയോ ഒളിച്ചോടി. പോലീസ് ഭീകരതയിൽ പ്രതിഷേധിച്ച് പോത്തൻകോട് CA ഓഫീസിലേക്ക് CPIM നേതൃത്വത്തിൽ മാർച്ച് നടത്തി. അക്രമക്കേസിൽ ഒരു പക്ഷത്തെ പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ച് കേസിൽ പ്രതികളാക്കുന്ന പോലീസ് നടപടിയിൽ പ്രദേശത്ത് അസംതൃപ്തി വളർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.